ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 8 ദിവസം വളരെ മനോഹരമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി നന്നായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അവരുടെ ലാംഗ്വേജൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. കേട്ടതിൽ ഒത്തിരി സന്തോഷം. ഇനി ആരെങ്കിലും കഴിഞ്ഞ 8 ദിവസത്തെ ക്ലാസ്സുകൾ കേൾക്കാത്തതുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഐ ബട്ടണിൽ പ്ലേലിസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ടായാലും നൽകിയ 8 ദിവസത്തെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്ന ഹോംവർക്കിൻ്റെ ഉത്തരം പറയാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ തരുന്ന ഹോംവർക്കിന് ഞാൻ കറക്ഷൻസ് കമൻറ്റിൽ തരില്ല. പകരം നിങ്ങൾക്കറിയാകുന്നത് നിങ്ങൾ എഴുതൂ. അടുത്ത ക്ലാസ്സിലായിരിക്കും ഞാൻ ശരിയായിട്ടുള്ള ഉത്തരം പറയുക എന്ന്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് ആദ്യം കിടക്കാം. കുറേ പേര് ചെയ്തു, കുറേ പേര് തെറ്റുവരുത്തി, കുറേ പേര് ശരിയായിട്ടുള്ളത് ചെയ്തു. എനിവേ സന്തോഷം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചെയ്യാൻ കാണിക്കുന്ന മനസ്സിന്. ഓൾറൈറ്റ്, അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞത്, നീ ഇന്നലെ എന്നെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ. നീ ഇന്നലെ എന്നെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ്. ഓക്കെ, ഡിഡ് യു ട്രൈ കോളിംഗ് മീ യെസ്റ്റർഡേ. ഓക്കെ, എങ്ങനെയാണ് അത് പറയാം? എങ്ങനെ? ഡിഡ് യു ട്രൈ കോളിംഗ് മീ യെസ്റ്റർഡേ. നീ ഇന്നലെ എന്നെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ. ഡിഡ് യു ട്രൈ കോളിംഗ് മീ യെസ്റ്റർഡേ. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയാം, അവനറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അവനറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. He knows what to do. Okay, he knows what to do. Okay, അവനറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. He knows what to do. Okay, ഇപ്പോൾ 2 സെൻറ്റൻസസ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒന്ന് കയറി നോക്കിയിട്ട് അത് തന്നെയാണോ നിങ്ങളും എഴുതിയിരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയെന്നൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്, നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാം. ഓക്കെ, നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാം. ഓക്കെ, നമ്മൾ പറയാണ്, നമ്മൾ ഇതുവരെ കുറേ സാധനങ്ങൾ പഠിച്ചു, അപ്പോൾ ഇന്ന് നമുക്കിനി പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാം. എങ്ങനെ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ? ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ. ഓക്കെ, ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ. ഓക്കെ, എങ്ങനെ പറയാം? ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ. ഓക്കെ, ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ. നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാം. രണ്ടാമത്തെ സെൻറ്റൻസ്, ഇത് എൻ്റെ തെറ്റല്ല, ഇതെൻ്റെ പ്രശ്നമല്ല, എൻ്റെ തെറ്റല്ല. ഓക്കെ, ഇത് എൻ്റെ തെറ്റല്ല. ഓക്കെ, നമ്മളെപ്പോഴും ന്യായീകരിക്കാനായിട്ട് നമ്മളെപ്പോഴും നമ്മളെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ ആദ്യം പറയാം ഇതെൻ്റെ തെറ്റല്ല എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഓക്കെ, എങ്ങനെ പറയാം? ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. എങ്ങനെ പറയാം? ഒന്നിൻ്റെ ഒപ്പം പറഞ്ഞു നോക്കിക്കേ. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഇത് എൻ്റെ തെറ്റല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഇത് കുറച്ച് വില കൂടിയതാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇത് കുറച്ച് വില കൂടിയതാണ്. ചില പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ പറയും, അയ്യോ ഇത് കുറച്ച് വില കൂടിയതാട്ടോ എന്ന് പറയും. ഓക്കെ, എങ്ങനെ നമുക്കത് പറയാം? ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. ഓക്കെ, ഇറ്റ് ഈസ് ലിറ്റിൽ എക്സ്പെൻസീവ് എന്നല്ല പറയാം, എ ലിറ്റിൽ എക്സ്പെൻസീവ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ ചെന്നിട്ട് കുറച്ച് സാധനമൊക്കെ എടുത്ത് അയാൾ നമ്മുടെ തലയിലേക്ക് കെട്ടി വെക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഒരു ഗമയ്ക്ക് ഇംഗ്ലീഷിൽ ഒരു സാധനമൊക്കെ പ്രൊഡക്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞേക്കണം അങ്ങനെ, ഇറ്റ് ഈസ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. നാലാമത്തെ സെൻറ്റൻസിലേക്ക് നമുക്കിനി നോക്കാം. നാലാമത്തെ സെൻറ്റൻസ്, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നീ എങ്ങനെ ഇവിടെ വന്നത്? ഓക്കെ, നമ്മൾ പല രീതിയിൽ പറയും. ഓക്കെ, നമ്മുടെ ബന്ധുക്കൾ പല വഴിക്കൊക്കെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കും, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? നീ എങ്ങനെ ഇങ്ങ് വന്നേ? ബസ്സിനാണോ, അല്ലെങ്കിൽ ആ വഴിക്കാണോ, ഇതുപോലെയാണോ, എങ്ങനെയാണ് നീ വന്നേ? ഹൗ ഡിഡ് യു കം ഹിയർ? ഹൗ ഡിഡ് യു കം ഹിയർ? ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോ. ഹൗ ഡിഡ് യു കം ഹിയർ? ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സെൻറ്റൻസ്. കാരണം പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കാം, നീ എങ്ങനെ ഇങ്ങ് വന്ന്? ഹൗ ഡിഡ് യു കം ഹിയർ? ഓക്കെ, നീ എങ്ങനെ ഇങ്ങ് വന്നത്? ഹൗ ഡിഡ് യു കം ഹിയർ? അഞ്ചാമത്തെ സെൻറ്റൻസ് ആണ്, എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം? ഓക്കെ, കുറേ ദിവസമായിട്ട് നിന്നെ കാണാനില്ല. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഇത്രയും ദിവസങ്ങൾ എവിടെയായിരുന്നു? Where were you for so many days? Okay, where were you for so many days? നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? Where were you for so many days? Okay, എപ്പോഴും കാണുന്ന ഒരു ചങ്ങനെ കുറേ ദിവസമായിട്ട് കാണാണ്ടൊക്കെ ആയിരിക്കും. അവൻ വരുമ്പോൾ നമ്മളൊരു ആകാംക്ഷയുടെ പുറത്തേക്ക് ചോദിക്കും, where were you so many days? നീ എവിടെയായിരുന്നു ഈ ദിവസങ്ങളെല്ലാം? നീ എവിടെയായിരുന്നു ഈ ദിവസമെല്ലാം എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, where were you for so many days? Okay, where were you for so many days? അവനവൻ്റെ തീരുമാനം എടുക്കട്ടെ. ഓക്കെ, അവനവൻ്റെ തീരുമാനം എടുക്കട്ടെ. നമ്മൾ ആറാമത്തെ സെൻറ്റൻസ് ആണ്, അവനവൻ്റെ തീരുമാനം എടുക്കട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, ഒരാൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പെർമിഷനൊക്കെ കൊടുത്തതിന് ശേഷം, അനുവദിച്ചതിന് ശേഷം, നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ റൈറ്റ് ആണ്. ഒരു ഡിസിഷനൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, ഓക്കെ അവനവൻ്റെ തീരുമാനം എടുക്കട്ടെ, പിന്നെ സമയമുണ്ടല്ലോ, അവനവൻ്റെ ഡിസിഷൻസ് എല്ലാം എടുക്കട്ടെ. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഡിസിഷൻ. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഡിസിഷൻസ്. ഓക്കെ, ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഡിസിഷൻ. അവനവൻ്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഡിസിഷൻസ്. ഇനി നമുക്ക് ഏഴാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം.
ഇത് കുറച്ച് അഹങ്കാരം പിടിച്ച സെൻറ്റൻസാണ്. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ചില സഹായങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ചിലർ ചെയ്യാതെ വന്നു കഴിഞ്ഞ് പിന്നെ അവർ സഹായം ചെയ്യാൻ വരും പറയും എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുമ്പോൾ ചില ആളുകൾ പറയും എനിക്ക് ഒത്തിരി പേരുടെ സഹായം ആവശ്യം വരേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും എനിക്ക് വേണ്ടെന്ന്, എനിക്ക് അങ്ങനെ ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് എനി വൺസ് ഹെൽപ്പ്. ഓക്കെ, എങ്ങനെയാ പറയാത്? ഐ ഡോണ്ട് വാണ്ട് എനി വൺസ് ഹെൽപ്പ്. ഓക്കെ, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് എനി വൺസ് ഹെൽപ്പ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഇത് നമ്മൾ ലൈഫിൽ ഒത്തിരി തവണ മക്കളോടും വീട്ടിലുള്ളവരോടും കൂട്ടുകാരോടൊക്കെ പറയുന്ന ഒരു സാധനം. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു, എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു. ദേഷ്യപ്പെട്ടും പറയും, സഹതാപത്തോടെയൊക്കെ നമ്മൾ പറയും എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു എന്ന് പറയും അല്ലേ? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാത്? ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. ഓക്കെ, ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. ഓക്കെ, ഇനി തുടങ്ങി എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു എന്നും ചോദിക്കരുത്. പകരം ഇംഗ്ലീഷിൽ പറഞ്ഞേക്കണം, നല്ല വെഡിച്ചില്ലനായിട്ട് പറഞ്ഞേക്കണം. എങ്ങനെ? ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു. 9ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. ഇത് നമ്മൾ ഇടയ്ക്ക് പറയാറുള്ളതാണ് അല്ലേ? നമ്മൾ പബ്ലിക്കായിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും പറയും ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. ഓക്കെ, ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ. ഓക്കെ, എങ്ങനെ പറയാ? ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ. ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ. ഓക്കെ, ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞേ, ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ. ഇനി നമ്മൾ 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. 10ാമത്തെ സെൻറ്റൻസ് ഇതാണ്: ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി. അപ്പം നമുക്ക് ജോലി കിട്ടിയ സന്തോഷവാർത്തയൊക്കെ പറയുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എളിമപ്പെട്ടിട്ടൊക്കെ പറയും ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടാണ് ജോലി കിട്ടിയത്, ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഗോട്ട് ദ ജോബ്. ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഗോട്ട് ദ ജോബ്. ഇതെപ്പോഴും നല്ല കാര്യമാണ് ദൈവത്തിന് ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് I got the job. Okay, by God's grace, I got the job. നിനക്ക് എങ്ങനെ എന്നെ അറിയാം? നിനക്ക് എങ്ങനെ എന്നെ അറിയാം? 11ാം തീയതിയാണ്. നിനക്ക് എങ്ങനെ എന്നെ അറിയാം? How do you know me? Okay, how do you know me? നിനക്ക് എങ്ങനെ എന്നെ അറിയാം? How do you know me? 12ാമത്തെ സെൻറ്റൻസ് ആണ് നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറ. ഓക്കെ, നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം say what you want to say. Okay, say what you want to say. Say what you want to say. നിനക്ക് പറയാനുള്ളതൊക്കെ എന്നോട് പറയൂ. Say what you want to say. 13ാമത്തെ സെൻറ്റൻസിലൊക്കെയാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്. 13ാമത്തെ സെൻറ്റൻസ് നമ്മൾ വളരെ നിസ്സഹായതയോടുകൂടിയൊക്കെ ചില സമയത്ത് ചില ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളതാണ്. എന്നൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ, ഞാനൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം, ലെറ്റ് മീ ലിവ് പീസ്ഫുള്ളി. ഓക്കെ, എങ്ങനെ പറയാം? ലെറ്റ് മീ ലിവ് പീസ്ഫുള്ളി. ഞാൻ സമാധാനമായിട്ട് ഒന്ന് ജീവിച്ചോട്ടെ. 14ാമത്തെ സെൻറ്റൻസ് ആണ് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വീണ്ടും തർക്കിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ എന്ന് പറയും. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? I didn't say anything to you. I didn't say anything to you. I didn't say anything to you. I did not say anything to you. നെയാണ് നമ്മൾ ഷോർട്ടാക്കി പറയുന്നത്. ഇങ്ങനെ I didn't say anything to you. ഞാൻ നാളെ മുതൽ ജോലി ചെയ്തു തുടങ്ങാം. ഞാൻ നാളെ മുതൽ ജോലി ചെയ്യാം. ഓക്കെ, ഞാൻ നാളെ മുതൽ ജോലി ചെയ്യാം. നമ്മൾ ഇന്ന് തുടങ്ങി ഒരാൾ അപ്പോയിൻറ്റ് ചെയ്ത് ഇന്ന് തുടങ്ങി ജോലി ചെയ്തോളം പറയുമ്പോൾ പറയും വേണ്ട ഇന്ന് നാളെ തുടങ്ങി ജോലി ചെയ്യാം കേട്ടോ എന്ന് പറയും. ഓക്കെ, നമുക്ക് എപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? I'll work from tomorrow. I will work from tomorrow. ഞാൻ നാളെ മുതൽ ജോലി ചെയ്തു തുടങ്ങാം. I will work from tomorrow. Okay, I will work from tomorrow. 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. നമുക്ക് പറയുന്നതിന് മുമ്പ് ആലോചിക്കുക, പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക. ഓക്കെ, പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക അല്ലേ? ചിന്തിച്ചിട്ട് പറ എന്നൊക്കെ പറയും അല്ലേ? കാരണം നമ്മുടെ വാക്കുകൾ ചിലത് പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ആളുകൾ പറയും ചിന്തിച്ചതിന് ശേഷം വേണം സംസാരിക്കാൻ. എങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്നറിയോ? തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഓക്കെ, തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഓക്കെ, ഒന്ന് ഉപദേശം കൊടുക്കാൻ സൂപ്പർ സാധനമാണ്. ഒന്ന് പഠിച്ചു വെച്ചോ. തിങ്ക് ബിഫോർ യു സ്പീക്ക്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുള്ളവനാണ്. അവൻ്റെ ലൈഫിൽ ഒത്തിരി ഉയർച്ച താഴ്ചകൾ, എസ്പെഷ്യലി ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അവൻ്റെ ലൈഫിൽ അവൻ ഒത്തിരി ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. ഹി ഹാസ് സീൻ മെനി അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ഹിസ് ലൈഫ്. ഹി ഹാസ് സീൻ മെനി അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി എങ്ങനെ പറയാം?
he has seen many ups and downs in his life. Okay, അവൻ ഒത്തിരി ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവനാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്നൊക്കെ പറയില്ലേ. He has seen many ups and downs in his life. ഇനി നമ്മൾ 18ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. എനിക്ക് വരാൻ സാധിക്കില്ല അല്ലേ. നമ്മൾ ചില ആളുകളുടെ അടുത്ത് കൂടെ ചെല്ലാം വരാം എന്നൊക്കെ നമ്മൾ പ്രോമിസ് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് വരുമ്പോൾ നമ്മൾ പറയും അയ്യോ എനിക്ക് വരാൻ സാധിക്കില്ല കേട്ടോ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയും. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷ് പറയാം? ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം. ഓക്കെ, എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ചീത്ത കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോ എങ്ങനെ? ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം. അവനൊന്നും അറിയില്ല. 19ാമത്തെ സെന്റൻസ് ആണോ. അവന് ഒന്നും അറിയില്ല. ഓക്കെ, അവൻ ശിശുവാണ് എന്നൊക്കെ പറയും ഇല്ലേ. മോഹൻലാലൊക്കെ പറയാം അവൻ ശിശുവാണ്. അവനൊന്നും അറിയില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഹി ഡസൻറ്റ് നോ എനിത്തിങ്. ഓക്കെ, അവനൊന്നും അറിയില്ല. ഹി ഡസൻറ്റ് നോ എനിത്തിങ്. അവന് ഒന്നും അറിയില്ല. ഹി ഡസൻറ്റ് നോ എനിത്തിങ്. ഇനി നമ്മൾ 20ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. ഞാനിത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. I never expected this from you. Okay, ഞാനിത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. I never expected this from you. Okay, ഞാനിത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പറയാം, I never expected this from you. Okay, അപ്പോൾ നമ്മൾ ഏകദേശം 180 സെൻറ്റൻസസ് പഠിച്ചു തീർത്തേക്കാണ്. വളരെ പ്രൗഡ് ഒരു മൊമെൻ്റാണ്. അടുത്ത ഒരു ദിവസത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ 10 days ചലഞ്ച് നമ്മൾ അവസാനിപ്പിക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹോം വർക്കിലേക്ക് പോവാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു സെൻറ്റൻസാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ട് അത് കമൻറ്റ് ചെയ്യണം. ചിലർ എത്ര ആലോചിച്ചാലും കിട്ടില്ല, പക്ഷെ നമ്മൾക്ക് അറിയാവുന്നതുപോലെ നമ്മളെ അറിയാവുന്ന സെൻറ്റൻസ് എഴുതി വയ്ക്കണം. അതൊരു ലേണിങ്ങിൻ്റെ സ്റ്റെപ്പാണ്. അറിയാവുന്നത് സംസാരിക്കുക, അറിയാവുന്നത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്റൻസ് അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. നിങ്ങൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് അത് കണ്ടുപിടിച്ചോളണമെന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാലും ഞാൻ തെറ്റൊന്നും പറയില്ല. അത് നമുക്കൊരു ലേണിങ്ങിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാകുന്നത് പോലെ നിങ്ങളൊരു സെൻറ്റൻസ് ഇതിനെ പറ്റിയത് ഇത് റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഏത് ടൈപ്പ് ആയിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോകും. എനിക്കൊന്ന് ചിന്തിക്കണം. ഓക്കെ, എനിക്കൊന്ന് ചിന്തിക്കണം. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് എന്ത്? എനിക്കൊന്ന് ചിന്തിക്കണം. അപ്പോൾ ആദ്യത്തെ ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു, 2 എനിക്കൊന്ന് ചിന്തിക്കണം. ഓൾറൈറ്റ്, അപ്പോൾ 2 സെൻറ്റൻസസ് നിങ്ങൾ തെറ്റിയാലും ശരിയായാലും ഒന്നും കുഴപ്പമില്ല. ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ അടുത്ത സെഷനിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ വീണ്ടും പറയുകയാണ്, പ്രാക്ടീസ് ചെയ്യണം. പഠിച്ചത് മുഴുവൻ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓൾറൈറ്റ്, ഇനി ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, IELTS സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഓൺലൈനൊക്കെ ആയിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തുതരാം. ഓൾറൈറ്റ്, അപ്പോൾ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ അവസാനത്തെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.